الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിനായി സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ വിശ്വാസികളായ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സമാധാനം എന്നുള്ളത്. സമാധാനം ആഗ്രഹിക്കാത്ത മനുഷ്യരല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഈ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ലോകത്തുള്ള ആളുകൾ പലവിധ വഴികളിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്യപിച്ചുകൊണ്ട് ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യാത്രകൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്ന ആളുകൾ നമുക്കുണ്ട്. എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഇനി എന്റെ ജീവിതം ഇവിടെ ഇല്ലാതാവുകയാണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം എന്ന് കരുതി ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നില്ല. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, സ്വർഗത്തെ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, നരകത്തെ ഭയപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, സമാധാനം ലഭിക്കുവാനുള്ള ചില വഴികൾ പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് സൂക്ഷ്മതയുള്ള ജീവിതവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
അഥവാ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവുമായി പടച്ച റബ്ബ് നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ, നിന്നോട് എന്തെല്ലാം കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടോ, ആ കാര്യങ്ങൾ ഒരു സൂക്ഷ്മത കാണിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം ലഭിക്കുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, നീ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നീ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രഖ്യാപിച്ച വചനമാണ് ആ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഹഖ്ഖ തുഖാതി, സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ അല്ലാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കണം എന്നുള്ളതിനെ വിശദീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കാതെ ആ പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ടാകണം നീ ജീവിക്കേണ്ടത്. അദ്ദേഹം തുടർന്നുകൊണ്ട് പഠിപ്പിക്കുന്നു, അവനെ ഒരിക്കലും മറക്കാതെ നീ നിന്റെ ജീവിതത്തിലൂടെ നീ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നീ ആ റബ്ബിനോട് നന്ദി കാണിക്കണം. ആ റബ്ബിനോട് ഒരിക്കലും നീ നന്ദി കേട് കാണിക്കരുത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളോടും പറഞ്ഞു കൊടുത്തത്. വലഖദ് വസ്വൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്, പടച്ച റബ്ബ് മുൻഗാമികളായിട്ടുള്ള വേദഗ്രന്ഥം ലഭിച്ച ആളുകളോട് പോലും പ്രഖ്യാപിച്ചത്, നിങ്ങൾ ആ പടച്ച റബ്ബിനെ കൃത്യമായി കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം, ഒരു തഖ്വ, അല്ലേ? ഇപ്പൊ നമ്മള് ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ബലികർമ്മം നടത്തുന്നതിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ പടച്ച റബ്ബിന് ആവശ്യമില്ല, അല്ലാഹുക്ക് വേണ്ട. മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അല്ലാഹുക്ക് വേണ്ടത്. നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നമ്മളെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, എന്തിനു വേണ്ടിയിട്ടാ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സൂക്ഷ്മത കാണിക്കുവാനാണ് എല്ലാ നബിമാരും ജനങ്ങളോട് ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് റബ്ബ് പറയുകയാണ്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ ജനതയിലേക്ക് പറഞ്ഞയച്ചപ്പോ ആ ജനങ്ങളോട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമതായി പ്രഖ്യാപിച്ചത്, സമൂഹമേ, അല്ലാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മതയോടുകൂടി ഞാൻ നിർവഹിക്കുന്നുണ്ടോ, എന്റെ ബാധ്യതകൾ ഞാൻ കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ സൂക്ഷ്മത പാലിച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ലഭിക്കും? സമാധാനം കിട്ടും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് അല്ലാഹനെ സൂക്ഷിച്ചുവോ അവൻക്ക് പടച്ച റബ്ബ് അവൻക്ക് കടക്കുവാനുള്ള ഒരു തുറസ്സൊരു വഴി അവൻക്ക് കാണിച്ചു കൊടുക്കും. മാത്രമല്ല, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ പടച്ച റബ്ബ് അവന്റെ കാര്യങ്ങളെല്ലാം അവൻക്ക് എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ സ്വാഭാവികമായും ഈ സൂക്ഷ്മത എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വെറുതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരൂല, വെറുതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയ്യത്തിനെ ശരിയാക്കുക എന്നുള്ളത്.
ഏതൊരു കർമ്മത്തിലും നിയ്യത്ത് ശരിയാകണം. ഏത് കർമ്മമാണെങ്കിലും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു ജാഗ്രത നമ്മൾ കാണിക്കുക. അതിൽ കൃത്യമായ ഒരു സമീപനം നമുക്കുണ്ടാകണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള അഭേദ്യമായ ബന്ധം. ഈ വഴികളെല്ലാം നമുക്ക് സൂക്ഷ്മത വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമതായിട്ട് സമാധാനം ലഭിക്കാൻ നമ്മൾ പലപ്പോഴും പല വഴികളും തേടുന്ന ആളുകളുണ്ട്. കടലിൽ പോയിരിക്കുന്ന ആളുകൾ, പാടത്ത് പോയിരിക്കുന്ന ആളുകൾ, വെറുതെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ റീൽസ് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ. അതിനൊക്കെ ഒരു പരിമിതി പ്രിയപ്പെട്ടവരെ. ഒന്നാമതായിട്ട് നമ്മൾ തഖ്വയോട് കൂടിയിട്ടുള്ള ജീവിതം കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമതായി വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. തെറ്റുകൾ ചെയ്യുവാനുള്ള അവസരം പിശാച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ടുതരും. ഓരോ രൂപത്തിൽ ഇട്ടുതരും. സാമ്പത്തികമായി കൊണ്ടും ശാരീരികമായി കൊണ്ടും മാനസികമായി കൊണ്ടും ഏതൊക്കെ നിലക്ക് ആ പിശാച് നമ്മളെ വഴി തെറ്റിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നെല്ലാം പരിപൂർണമായി കൊണ്ടുമാറി നിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം. തൗബ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹുവോട് ആത്മാർത്ഥമായി കൊണ്ട് കലങ്ങിക്കരഞ്ഞ കണ്ണുമായി കൊണ്ട് തൗബ ചെയ്തു മടങ്ങാൻ സാധ്യമാകണം നമുക്ക്. അല്ലേ, റമദാനിലൊക്കെ നമ്മുടെ ആ ഒരു രീതി എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ഓരോ നമസ്കാരത്തിന് ശേഷവും കണ്ണീര് പൊഴിച്ച്, അല്ലേ, നമുക്കറിയാലോ നമ്മുടെ ജീവിതം. നമ്മൾ ആരും നോക്കണം, നമ്മുടെ ജീവിതം നോക്കിയാൽ മതി. എത്രത്തോളം നമ്മൾ തൗബ ചെയ്തിരുന്നു എന്ന്. ആ ഒരു തൗബയുടെ ശ്രദ്ധ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആദമിന്റെ എല്ലാ സന്തതികളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അതാണ് റസൂൽ പറഞ്ഞത്. ആദമിന്റെ സന്തതികള് തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായ കൂട്ടരെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് എന്നാണ്. പടച്ചോനെ, സംഭവിച്ചു പോയി റബ്ബേ, അറിയാതെ പറ്റിപ്പോയി റബ്ബേ, ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മടങ്ങി വരാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അങ്ങനെയുള്ളവരുടെ തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളാക്കി മാറ്റുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. എത്ര ക്ലിയറാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പശ്ചാത്തപിക്കുക, ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ മാറാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് സമാധാനപൂർണമായ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ആലോചിച്ചോക്കാണ്, ഒരു തിന്മ നമ്മൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു തിന്മ നമ്മൾ ചെയ്തു, ആ തിന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പടച്ചോനെ, ഇതിപ്പോ അധ്യാപകരുണ്ടാവോ, ഇതിന്റെ രക്ഷിതാക്കൾ അറിയോ, ഇതിന്റെ ഭാര്യ അറിയോ, ഇതിന്റെ മക്കൾ അറിയോ, ഇതിന്റെ കൂടപ്പിറപ്പുകൾ അറിയോ? അപ്പോ നമ്മുടെ സംസാരത്തിൽ മാറ്റമുണ്ടാകും, നമ്മുടെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാകും. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നല്ല ഖുശൂഅോടുകൂടി ഒന്ന് നമസ്കരിക്കാൻ പോലും നമുക്ക് സാധ്യമാകൂല. അതാണ് ഈ തെറ്റിന്റെ പ്രത്യേകത, അല്ലേ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ ഡെഫിനിഷൻ എന്താണ് പ്രിയപ്പെട്ടവരെ? മാ ഹാക ഫീ സ്വദിക. നിന്റെ ഹൃദയത്തിൽ അതൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു പ്രയാസം ഉണ്ടാകും. പടച്ചോനെ, അത് വേണ്ടിയിരുന്നില്ലല്ലോ, ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ റബ്ബേ. വകരിഹത അയ്യത്വലി അലൈഹി നാസ്. ജനങ്ങളിലേക്ക് ആ തിന്മയെത്തുന്നതിനെ നീ ഭയപ്പെടുന്നു, നീ പേടിക്കുന്നു. എന്റെ ഭാര്യ അറിയുമോ, എന്റെ മക്കൾ അറിയുമോ, എന്റെ കൂടെ പിറപ്പുകൾ അറിയുമോ റബ്ബേ എന്നുള്ള വല്ലാത്ത ഒരു ഭയം പ്രിയപ്പെട്ടവരെ നമ്മളെ ഇങ്ങനെ വേട്ടയാടുന്ന സന്ദർഭമാണ്.
അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാനുള്ള രണ്ടാമത്തെ വിഷയം എന്നത് പ്രിയപ്പെട്ടവരെ, തിന്മകളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. ഇതങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? നല്ല ഒരു സൽസ്വഭാവിയായിട്ടുള്ള മനുഷ്യനാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ചോക്കാണ്, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് എന്നും മാതൃകയാണ്. അല്ലെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കും, ഇനിയുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു നല്ല സൽസ്വഭാവിയായിട്ടുള്ള മനുഷ്യനായിട്ട് ഞാൻ മാറും. എന്റെ അധ്യാപകരോട്, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മാതാപിതാക്കളോട്, ഞാനുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ നല്ല സ്വഭാവത്തിലേ ഇനി പെരുമാറൂ എന്ന് നമ്മൾ ദൃഢനിശ്ചയം വെക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, എന്താണ് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാകാതെ വീണ്ടും ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത്? യഥാർത്ഥത്തിലുള്ള ഒരു ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ റോൾ മോഡലായി കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് മറുപടി കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഭാര്യയാണ് കൊടുത്തത്. അതിന് വലിയ സർട്ടിഫിക്കറ്റ് വേറെ ഇല്ലല്ലോ. അപ്പൊ ആ രൂപത്തിലേക്ക് സൽസ്വഭാവിയായി കൊണ്ട് നമ്മൾ ജീവിച്ചാൽ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ കസ്റ്റമർ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് വരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. എന്നാൽ ഒരു സൽസ്വഭാവി അല്ലെങ്കിലോ ഒരാൾ നമ്മെ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് പ്രിയപ്പെട്ടവരെ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, താങ്കൾ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കാൻ, നബിയേ, നിങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക. നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾ അദ്ദേഹത്തോട് നല്ലതുപോലെ പെരുമാറിയത്. താങ്കൾ ഒരു പലിശ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്നവർ എന്നെ പോകുമായിരുന്നു. സ്വഹാബത്തിന്റെ വിഷയം പറഞ്ഞത് അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് നബിയെ നിങ്ങൾ അവരോട് ഏറ്റവും സൗമ്യമായി മൃദുരമായി നിങ്ങൾ പെരുമാറിയത്. അല്ലേ? താങ്കൾ ഒരു പലിശ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റുപാടിൽ നിന്ന് അവർ എന്നെ പോകുമായിരുന്നു നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സൽസ്വഭാവത്തിൽപ്പെട്ട ഈ ഒരു കാര്യങ്ങളോ വിട്ടുവീഴ്ച, അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കൽ, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യൽ, വിനയത്തോടു കൂടിയുള്ള നടത്തം, അവരെ കുറിച്ച് കൊണ്ട് അവരോട് വിശേഷങ്ങൾ ചോദിക്കൽ, ഇതൊക്കെ സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. എത്രയോ ആളുകളുണ്ട് ഒരാളെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ. അതാണ് റസൂൽ പഠിപ്പിച്ചാണ്, നന്മയിൽപ്പെട്ട ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. നിന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും അതിനു പോലും മനസ്സ് തയ്യാറാവാത്ത ആളുകൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പര്യാവസാനം എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥതയോട് കൂടി ചിന്തിക്കുക. അതുകൊണ്ട് വിട്ടുവീഴ്ച കാണിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. മക്കപ്പുറത്ത് നമുക്കൊക്കെ അറിയാലോ, മക്കാ വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഏറെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിൽ കിട്ടി. സ്വഹാബത്ത് പറഞ്ഞു, ഇന്ന് രക്തമൊഴുകുന്ന ദിവസമാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും.
ഇത് കേട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഹദാ യൗമുൽ മർഹമ വ അൻതും തുലഖാ. പ്രിയപ്പെട്ടവരെ, തന്റെ ശത്രുക്കളെ ഏത് നിലക്കും കൈകാര്യം ചെയ്യുവാനുള്ള അവസരം കിട്ടിയ സന്ദർഭമാണ്. തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സം നിന്ന ആളുകളെ കയ്യിൽ കിട്ടിയ സന്ദർഭമാണ്. പറഞ്ഞതെന്താണ്? ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്. നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം നമ്മളൊന്ന് കൂട്ടിയൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ശകാരിച്ചവൻ, നമ്മളെ ആക്രമിച്ചവൻ, നമ്മളെ തല്ലിയവൻ, നമ്മുടെ നിലപാടെന്തായിരിക്കും അല്ലേ? ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എത്രയോ ആളുകൾ യുദ്ധക്കൊതിയനാണെന്നും മറ്റുള്ള പേര് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെ ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ വിശ്വാസികളായ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രതീകമാണ്. പച്ചക്കരലുള്ള എന്തിനോടും നിങ്ങൾ കരുണ കാണിക്കണമെന്ന്. മനുഷ്യനോട് മാത്രമല്ല, പൂച്ചയോടും പട്ടിയോടും മൃഗങ്ങളോടും പക്ഷിജാതികളോടും അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങളോടുമെല്ലാം നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്വഭാവത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്താൽ, ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് സമാധാനപൂർണമായ ജീവിതം നമുക്ക് ലഭിക്കും. അല്ലാഹു പഠിപ്പിച്ചു, ഖുദിൽ അഫ്വ, നബിയേ നീ വിട്ടുവീഴ്ചയെ നീ സ്വീകരിക്കുക, വഅ്മുറു ബിൽ ഉർഫ്, സദാചാരം കൊണ്ട് നീ ഉപദേശിക്കുക, വഅഇദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുകയും ചെയ്യുക. വിട്ടുവീഴ്ച സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കൊണ്ടുവന്ന ആ ഒരു സ്വഭാവത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടും, നമ്മുടെ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടും, നമ്മുടെ കൂടെ പിറപ്പുകൾ നമ്മളെ ഇഷ്ടപ്പെടും. സ്വാഭാവികമായും ജീവിതത്തിൽ നമുക്ക് നല്ല ഒരു സമാധാന അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ള കുറുക്കു വഴികളെ സ്വീകരിക്കുന്നതിനപ്പുറം ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ രൂപത്തിൽ സമാധാനപൂർണമായ ജീവിതം കൈവരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാലാമതായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കാൻ, നമുക്ക് ശാന്തത ലഭിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ നല്ല ഒരു ഗുണമാണ് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മുടെ പണം ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ മക്കള് നാളെ പരലോകത്ത് നമ്മളെ ഏറ്റെടുക്കുന്നില്ലേ? നമ്മുടെ ഭാര്യ, നമ്മളുമായി ബന്ധപ്പെട്ടവരാരും നാളെ പരലോകത്ത് പഠിച്ചോനെ അതിന്റെ പ്രിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് അതെല്ലാം ഞാൻ ഏറ്റെടുക്കുക, എന്നെ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞ ഒരാളും വരുന്നില്ല. മരിച്ചു നാളെ പരലോകത്ത് രക്ഷപ്പെടുക ആരെന്നറിയോ പ്രിയപ്പെട്ടവരെ? അന്ന് പറയാണ്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ.
സ്വത്താകട്ടെ മക്കളാകട്ടെ ഉപകാരപ്പെടാത്ത ഒരു ദിവസം ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമാധാനപൂർണമായ ഒരു ഹൃദയമല്ലാതെ, നിഷ്കളങ്കമായ കാപട്യമില്ലാത്ത നല്ല ഒരു ഹൃദയവുമായി നാളെ പരലോകത്ത് ആര് കടന്നു വന്നോ അവർക്കാണ് പ്രിയപ്പെട്ടവരെ നാളെ വിജയമുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടതാ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇന്ന് സമാധാനം എന്നുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നുള്ള രക്ഷയാണ്? ശിർക്കിൽ നിന്നുള്ള രക്ഷ. എല്ലാവിധ ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും, എല്ലാവിധ മലിനമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള രക്ഷ. അങ്ങനെ പ്യുവറായിക്കൊണ്ട് നാളെ പരലോകത്ത് എത്തിപ്പെടാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വിശുദ്ധി നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ജീവിത വിശുദ്ധിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി കൊണ്ട് ദൂരത്ത് നമ്മൾ ഒഴിവാക്കുക എന്നാണ്. അല്ലാഹു പറഞ്ഞെന്താ? ഇന്നൽ മുബദ്ദീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്ന ആളുകള് പിശാചിന്റെ സഹോദരങ്ങളാണ്. ആ പിശാചാണെങ്കിൽ ആരാ? അല്ലാഹുവിനോട് നന്ദി കെട്ടവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ ഏതൊക്കെ രൂപത്തിൽ നമ്മൾ ദൂർത്ത് കാണിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അത് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും വെള്ളമാണെങ്കിലും ഏത് രൂപത്തിലുള്ള ദൂർത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വിശുദ്ധിക്ക് അത് പ്രയാസമാണ്. അതുകൊണ്ട് ദൂർത്ത് എല്ലാ മേഖലകളും നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉപജീവനം എന്റെ റബ്ബിങ്കിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. നമുക്ക് ഉണ്ടാവലുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ജോലിക്ക് വേണ്ടി പുറപ്പെടുക, നമ്മൾ ജോലി കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം നമ്മൾ വീണ്ടും പോകുന്നു. ഈ റിസ്ക് നൽകിയത് ആരാ പ്രിയപ്പെട്ടവരെ? ആരാണ് പ്രിയപ്പെട്ടവരെ? റസാഖ്, വിശാലമായി ഈ ലോകത്തുള്ള എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവൻ ആരാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തിന്മേശയിൽ മക്കൾക്ക് സുരക്ഷിതമായ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഉപ്പക്കും ഉമ്മക്കും പറയാൻ കഴിയണം മക്കളോട്, മക്കളെ ഇതിന്റെ പിന്നിൽ എത്ര വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എത്ര വലുതാണ് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ ചുരുക്കം പറഞ്ഞതിന്റെ അവസ്ഥ. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നമ്മൾ അറിയണം, സ്നേഹിക്കണം എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ ഈ ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ 4 കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കേന്ദ്രങ്ങളിലേക്കോ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലയിലേക്കോ നമ്മൾ പോകേണ്ടതില്ല. അല്ലെ? വളരെ കൃത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ഈ വിഷയങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ട് സമാധാനം കൈവരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ തോന്നിവാസങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, ഇസ്ലാം പഠിപ്പിക്കാത്ത അധാർമികമായി കൊണ്ടുള്ള മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നവർ, പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണമായിട്ടുള്ളതായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും ഒരു വിനയാനിതമായി കൊണ്ടുള്ള ഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ റബ്ബിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഇതെങ്കിലും നീ സ്വീകരിക്കണമേ. നമസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ഇതെങ്കിലും നീ സ്വീകരിക്കണമേ. നമ്മുടെ അഹ്ലീങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെലവഴിച്ചാൽ അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ഇതെങ്കിലും നീ സ്വീകരിക്കുമാറാകണേ. ആ രൂപത്തിൽ നല്ല വിനയാന്വിതമായി കൊണ്ടുള്ള ഭാവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ മുൻനിർത്തിയിട്ട് എന്റെ റബ്ബാണ് എന്നെ സഹായിച്ചവൻ, എന്റെ റബ്ബില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ തകർന്നു പോയേനെ, എന്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, എന്റെ റബ്ബിങ്കിലേക്ക് എനിക്ക് കൈകൾ ഉയർത്തേണ്ടതുണ്ട് എന്നുള്ള വിനയാന്വിതമായ ഭാവത്തോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കുവാനുള്ള നമ്മുടെ ആദർശ സഹോദരൻ മുജാഹിദ് ബാരിശ്ശേരി കുറച്ച് ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലാണ് എന്നുള്ള ഒരു മെസ്സേജ് രാവിലെ കാണാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹം അതിന്റെ ആവശ്യാർത്ഥം നാളെ കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വേണ്ടി പ്രവേശിക്കുന്നതായിട്ടും നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, തൗഹീദിന്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ ആദർശ രംഗത്ത് ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ
ഏറ്റവും നല്ല രൂപത്തിൽ ജനഹൃദയങ്ങളിലേക്ക് തൗഹീദിന്റെ വെല്ലുവിളിച്ചത്തെ എത്തിച്ചു കൊടുക്കുവാനുള്ള അദ്ദേഹത്തിനുണ്ടായ ആ ഒരു ഭാഗ്യവും അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജവും അദ്ദേഹത്തിന്റെ ശൈലിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ആത്മാർത്ഥമായി കൊണ്ട് ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൂടുതൽ നല്ല സിഖത്തോടുകൂടി ഇനിയും കൂടുതൽ ദഅവത്തിന്റെ മേഖലകളിൽ സജീവമാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ഭവിച്ചിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഒരുപാട് സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും ആക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇടയായി നമ്മൾ കേട്ട ഒരു വാർത്ത, ഒരു പിഞ്ചു കുഞ്ഞ് ഒരു ഗേറ്റിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മരിച്ചു. ആ കണ്ട നിന്ന അതിന്റെ വല്യമ്മ അത് കണ്ട് ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് അതും മരിച്ചു. അപ്പൊ ഓരോ മരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോ പാഠങ്ങളാണ്. ഓരോ മരണങ്ങൾ നമ്മളെല്ലാ ഖുത്ബയിലും സൂചിപ്പിക്കുന്ന വിഷയം. നമ്മളൊക്കെ എങ്ങനെയാണ് മരിക്കാൻ നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.